പ്രിന്റുള്ള ആകാശം, നീലയോ ചാരപ്പച്ചയോ ഗോൾഡനോ തരം പോലെ മാറും ചൈന സിൽക്ക് കടൽ, ഭൂമിക്ക് നെറ്റിക്ക് മുകളിലുള്ള നേർമ, ഭൂമിക്ക് നെറ്റിക്കുള്ള നേർമ, മണ്ണിലേക്കൂർത്തിയിടുന്ന ചന്ദ്രൻ, കൊതിയോടെ നിന്നെ തൊട്ടുരുമി നിൽക്കുന്നെല്ലാമേ, നീ പക്ഷേ വിഷാദശീല മാത്രം തുന്നാനെടുക്കുന്നതെന്തേ, കത്രികയോടുമ്പോൾ ചോരയിറ്റുന്ന. വിനോദ് ശങ്കരൻ്റെ തുന്നൽക്കാരി എന്ന രചനയാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച രചനയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങിയിരിക്കുന്നത്. ദിസ് ഈസ് റീഡിംഗ് ടൈം വിത്ത് ആർ ജി ഷാ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വിനോദ് ശങ്കരൻ്റെ രചനകളാണ്. വിനോദ് ശങ്കരൻ എഴുത്തുകാരൻ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവം ആയിട്ട് എഴുതുന്ന ആളല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം മലയാളത്തിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും മാതൃഭൂമി, ദേശാഭിമാനി, കലാകൗമുദി, മാധ്യമം തുടങ്ങി ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പച്ചക്കുതിര ഒഴികെ ബാക്കി എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ രചനകൾ വന്നിട്ടുണ്ട്, പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അങ്ങനെ എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ചിലത് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. അത് മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായും ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99 റീഡിംഗ് ടൈമിലേക്ക്. മെഡിക്കൽ എക്യുപ്മെൻസുമായി ബന്ധപ്പെട്ട ജോലിയിലാണ് അദ്ദേഹം ഉള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജോലിയുടെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം വളരെ സജീവമായി തന്നെ എഴുത്ത് കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു എഴുത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ മരണങ്ങളോട് എന്നൊരു രചനയുണ്ട് അദ്ദേഹത്തിൻ്റെ. കാര്യം ഇന്നലെ ഒരിക്കൽ കൂടി ഞാൻ മരിച്ചുവല്ലോ. സംഗതി ശരിയാണ്, മരണം എൻ്റേതാണ്, സമയത്തു തന്നെ ഞാൻ എത്തേണ്ടതുമാണ്. എന്നാൽ കുടത്തിൽ കഴുത്തു കുടുങ്ങിയ നായയുടെ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. ജീവിതത്തിന് നിസ്സഹായത എന്നൊരു പാഠഭേദം കൂടിയുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നവരാണ് നിങ്ങളെങ്കിലും മൂക്കത്താണ് പക്ഷേ ശുണ്ഠി. വിശ്വസിക്കാൻ കൊള്ളില്ല, അവിവേകികൾക്ക് അര മാത്രമേ വേണ്ടല്ലോ. അതിനാൽ വരാനിരിക്കുന്ന പ്രിയപ്പെട്ട മരണങ്ങളെ, കഴിഞ്ഞുപോയ എൻ്റെ മരണങ്ങളോട് പറഞ്ഞത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. എന്നാൽ എൻ്റെ എല്ലാ മരണങ്ങൾക്കും ഓടിയെത്താൻ എനിക്ക് കഴിയണമെന്നില്ല. അഥവാ ഇതൊരു നീതികേടായി ഇനിയും നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, ഇക്കാര്യത്തിൽ ഞാൻ എപ്പോഴേ നീതി പുലർത്തി കഴിഞ്ഞു. അല്ലെങ്കിൽ എൻ്റെ ആദ്യ മരണത്തോട് ചോദിച്ചു നോക്കൂ എന്നാണ് 2004 അദ്ദേഹം എഴുതിയത്. വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതി തുടങ്ങിയെങ്കിലും സ്കൂൾ കാലത്ത് തന്നെ അദ്ദേഹം എഴുത്തിലേക്ക് വന്നുവെങ്കിലും അച്ഛൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് വലിയൊരു ഇടവേള എഴുത്തിലുണ്ടായി. വളരെ കുട്ടിക്കാലത്ത് തന്നെ എല്ലാവരെയും പോലെ സ്കൂൾ കാലത്ത് തന്നെ ആശാനിയും ഇടശ്ശേരിയും വൈലോപ്പള്ളിയും ഒക്കെ വായിച്ച് വായനയുടെ വേരുകൾ നിറഞ്ഞ അദ്ദേഹം ഇവിടെ പ്രിയപ്പെട്ട സോഫിത നൌഷാദ് എത്തിയിട്ടുണ്ട്, ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. കണ്ണർറാം എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. ഉല്ലാസ് ഇവിടെ എത്തിയിട്ടുണ്ട്, ഏറെ സ്നേഹത്തോടെ ഉല്ലാസിനെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സുബിൻ ദാസ് എത്തിയിട്ടുണ്ട്, പ്രിയപ്പെട്ട സുബിൻ ദാസിനെയും സ്വാഗതം ചെയ്യുകയാണ്. ജിഷ്ണു ദത്ത് എത്തിയിട്ടുണ്ട്. ജിഷ്ണു ദത്തിൻ്റെ ജന്മദിനമായിരുന്നു ഇന്ന്. പ്രിയപ്പെട്ട ജിഷ്ണു ദത്തിന് എല്ലാവർക്കും ജന്മദിനാശംസകൾ നേരാനുള്ള അവസരം കൂടിയാണിത്. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ജിഷ്ണു ദത്തിന് നേരുകയാണ്. ഒപ്പം ഹരീഷ് എത്തിയിട്ടുണ്ട്. ഹരീഷിനെയും സ്വാഗതം ചെയ്യുകയാണ്. പൊന്നു നാളെ ലൈവുമായി എത്തുന്നുണ്ട്. ഏറെ സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇടശ്ശേരിയും വൈലോപ്പള്ളിയും ഒക്കെ വായിച്ച് വളരെ കുട്ടിക്കാലത്ത് തന്നെ, ഹൈസ്കൂൾ കാലത്ത് തന്നെ എഴുത്തു തുടങ്ങിയ വിനോദ്, പിന്നീട് അദ്ദേഹം മലയാളം ഡിഗ്രിയാണ് അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി നേടിയത് 2000 ശേഷം. 2005 വളരെ സജീവമായി അദ്ദേഹം എഴുതി തുടങ്ങി. 2015 അദ്ദേഹത്തിൻ്റെ മഹാത്മാ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഉല്ലാസ് സ്നേഹം അറിയിക്കുന്നുണ്ട്. മികച്ചൊരു എഴുത്തുകാരനാണ് ഉല്ലാസ് ഒന്നാങ്കര. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ആൽബങ്ങളും ഭക്തിഗാനങ്ങളും ഒക്കെ വളരെ യൂട്യൂബിലുമൊക്കെ സജീവമാണ്. തീർച്ചയായും ഉല്ലാസിൻ്റെ രചനകളുമൊക്കെ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് വരും ദിവസങ്ങളിൽ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് 2015 മഹാത്മാ എന്ന ആദ്യത്തെ കവിതാ സമാഹാരം വിനോദ് ശങ്കരൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. അത് കോഴിക്കോട് അളകാപുരിയിൽ വെച്ചിട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. കേരള ബുക്ക് ട്രസ്റ്റ് കോഴിക്കോടായിരുന്നു അത്. അവരുടെ നേതൃത്വത്തിലായിരുന്നു മഹാത്മാ എന്ന സമാഹാരം പ്രകാശനം ചെയ്യപ്പെട്ടത്. ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന
എപ്പോഴും ചിന്തകളും എഴുത്തുകളും ഒക്കെ ഒറ്റയ്ക്കാവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അത്ര സജീവമായിട്ട് എല്ലാ ഇടങ്ങളിലും ഒന്നും അദ്ദേഹത്തെ കാണാറില്ല. എങ്കിലും ഏറെ കൂടുതലും പരിഭാഷകൾ വായിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടാറുള്ളത്. വളരെ 2 വർഷങ്ങൾക്ക് മുമ്പ് നീലക്കല്ലൽ എന്നൊരു രണ്ടാമത്തെ സമാഹാരം അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. നീലക്കല്ലലിലെ രചനകളും നമ്മൾ ഇവിടെ പങ്കുവയ്ക്കും. ഇവിടെ ഓരോ പ്രിയപ്പെട്ടവരെയും എത്തിക്കൊണ്ടിരിക്കുന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് RJ ഷായുടെ ശബ്ദമാണ്. തീർച്ചയായും നമുക്ക് വിനോദ് ശങ്കരൻ്റെ മറ്റൊരു രചനയിലേക്ക് പോകാം. വിനോദ് ശങ്കരൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുള്ള രചനകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. അദ്ദേഹം എപ്പോഴും പങ്കുവയ്ക്കാറുള്ളത് പ്രസിദ്ധീകരിക്കപ്പെട്ട രചനകളാണ്. അതായത് സാധാരണ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ നേരിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള രചനകൾ, ഇപ്പോൾ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച എൻ്റെ കവിത, അല്ലെങ്കിൽ ഇത് കലാകൗമുദിയിൽ വന്ന കവിത എന്നുള്ള രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചന അദ്ദേഹം പങ്കുവെച്ചത് അവൾ നില എന്ന തലക്കെട്ടോടു കൂടിയാണ്. രാപ്പകൽ ഭേദമില്ലാതെ അകത്തൂന്നു താഴുട്ട ഒറ്റമുറി വീട്, രാപ്പകൽ ഭേദമില്ലാതെ അകത്തൂന്നു താഴിട്ട ഒറ്റമുറി വീട്, മെഴുകുതിരി വെട്ടം, മുറി ഏകാന്തത, മുറ്റി ഏകാന്തത, എഴുത്തുമേശയ്ക്കരികെ കാലാട്ടമുള്ള പഴയ കസേരയിൽ അവളിരുന്നു, എഴുത്തുമേശയ്ക്കരികെ കാലാട്ടമുള്ള പഴയ കസേരയിൽ അവളിരുന്നു, ഭൂമിയേക്കാൾ കനമുള്ള മനസ്സുമായി എന്നാണ് 2003 വിനോദ് ശങ്കരൻ എഴുതിയൊരു രചനയാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ രചനയുടെ കവിതാ സമാഹാരത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഇവിടെ ആശംസകളുമായി ഔസേപ്പ് ചിറ്റാകാട് എത്തിയിട്ടുണ്ട്. മികച്ചൊരു എഴുത്തുകാരനാണ് ഔസേപ്പേട്ടൻ. TR ഉണ്ണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതാ ശില്പശാലകളിലൊക്കെ ഇടുക്കിയിലും തൊടുപുഴയിലുമൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുള്ള ആളാണ്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. എഴുത്തിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഔസേപ്പേട്ടനെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 റീഡിംഗ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനോദ് ശങ്കരൻ എന്ന എഴുത്തുകാരൻ ഇപ്പോൾ താമസിക്കുന്നത് അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള ഫാറൂഖ് കോളേജിനടുത്താണ് കഴിഞ്ഞ 15 വർഷമായി താമസിക്കുന്നത്. മുമ്പ് അദ്ദേഹം കോഴിക്കോടിനടുത്തുള്ള ഗോവിന്ദപുരം എന്ന സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജ്യോതി UP സ്കൂൾ ടീച്ചറാണ് കോഴിക്കോട്. ഇവിടെ മുകേഷ് ഓരോ പുതിയ അറിവുകൾ കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമെന്ന് കണ്ണൻ അറിയിക്കുന്നുണ്ട്. കണ്ണൻ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, പ്രിയപ്പെട്ട സുഹൃത്താണ്, ജ്യേഷ്ഠനാണ്. കൊട്ടാരക്കരയിലുള്ള ഞങ്ങളുടെ ഒരു വലിയ സൗഹൃദ സദസ്സുണ്ട്. ഈ ലോസിഫറിൻ്റെയും എംബുറാൻ്റെയും ഒക്കെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് ഇപ്പോഴുള്ള ഞങ്ങളുടെ പഴയ സുഹൃത്ത്, സിനിമകൾ സ്വപ്നം കാണുന്ന സുഹൃത്തായിരുന്നു വാവ ഇപ്പോൾ അസോസിയേറ്റ് ഡയറക്ടറാണ്. വാവയുടെ വീട്ടിൽ ഞങ്ങൾ കണ്ണനും കുമാറും രമേശും റജിയും ഞങ്ങളൊരു വലിയ കൂട്ടം തന്നെ ഒത്തുകൂടുമായിരുന്നു. ഇപ്പോൾ കണ്ണൻ കോട്ടയത്താണുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി പിന്തുണയുമായി എത്തുന്ന പ്രിയപ്പെട്ട കണ്ണനുള്ള സ്നേഹം അറിയിക്കുന്നു. മുകേഷ് KC ഇവിടെ എത്തിയിട്ടുണ്ട്. മുകേഷ് KC അദ്ദേഹത്തിൻ്റെ ഒരു വരി പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റു ചില അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച്, വിനോദ് ശങ്കരൻ എന്ന എഴുത്തുകാരൻ്റെ കുടുംബത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ഫാറൂഖ് കോളേജിനടുത്താണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ജ്യോതി എന്നാണ്. UP സ്കൂൾ ടീച്ചറാണ് കോഴിക്കോട് തന്നെ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുണ്ട് അദ്ദേഹത്തിന്. കോഴിക്കോടൻ സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമായി അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 10 വർഷം മുമ്പ് അദ്ദേഹം കോഴിക്കോട് യുവകലാ സാഹിതിയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആകാശവാണിയിലുമൊക്കെ നിരന്തരമായി അദ്ദേഹം കവിതകളൊക്കെ അവതരിപ്പിക്കാറുമുണ്ട്. ആകാശവാണി പലതവണ അദ്ദേഹത്തിൻ്റെ രചനകളുമായി പങ്കെടുപ്പിക്കുകയും അദ്ദേഹം അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണുകയും പലപ്പോഴും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അദ്ദേഹം സമകാലീനരായിട്ടുള്ള ഒട്ടനവധി പ്രിയപ്പെട്ട എഴുത്തുകാരെ വളരെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ സലീം ചേനത്തിനൊപ്പമാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത്. സലീമിനെ നിങ്ങൾക്കറിയാം, കടൽ വിഭജിക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മത്സ്യങ്ങൾ മതങ്ങളിൽ ചേർന്നില്ല എന്ന വളരെ പ്രശസ്തമായ ചർച്ച ചെയ്യപ്പെട്ട എഴുത്തുകൾ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. അരമനയിലെ പിതാക്കന്മാരും നടത്തിലെ കന്യാസ്ത്രീകളും പ്രാർത്ഥനയ്ക്കൊടുവിൽ ഒരു മരമെങ്കിലും നടണം, ഇല്ലെങ്കിൽ നിന്റെ ദൈവം അനാഥമാകുമെന്ന് എഴുതിയ പ്രിയപ്പെട്ട സലീമിൻ്റെ ഒക്കെ വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തു കൂടിയാണ് വിനോദ് ശങ്കരൻ എന്ന എഴുത്തുകാരൻ. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുകേഷ് KC പങ്കുവെച്ചത് നീ എന്ന നിലവ് എൻ്റെ ഉടുപ്പ്, ഒരായുസിൻ്റെ ചൂടിനുണ്ടത് ചേലിനുണ്ടത്, ഒരായുസിൻ്റെ ചൂടിനുണ്ടത് ചേലിനുണ്ട്, എന്തിനു പോറ്റണം മറ്റു വിചാരങ്ങളെ എന്നാണ്. നീ എന്ന നിലവ് എൻ്റെ ഉടുപ്പ്, ഒരായുസിൻ്റെ ചൂടിനുണ്ടത് ചേലിനുണ്ട്,
എന്തിനു പോറ്റണം മറ്റു വിചാരങ്ങളെ എന്ന വിനോദ് ശങ്കരൻ്റെ രചന മുകേഷ് കെ സി പങ്കുവയ്ക്കുന്നുണ്ട്. മുകേഷ് കെ സി മികച്ച എഴുത്തുകാരനാണ്. തീർച്ചയായും മുകേഷിൻ്റെ രചനകളും പങ്കുവയ്ക്കണം. കഴിഞ്ഞ ആഴ്ച ബാപ്പു ചോളമുണ്ടയുടെ രചനകളൊക്കെ അദ്ദേഹം പങ്കുവെച്ച് നൽകിയിരുന്നു. ഓരോരോ പുതിയ അറിവുകൾ നൽകാൻ കഴിയുന്നതിനെ കുറിച്ചിട്ടുള്ള സ്നേഹം കണ്ണൻ റാം പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ സുബിൻ ദാസ് മറ്റൊരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. സുബിൻ ദാസ് പങ്കുവയ്ക്കുന്നതും പ്രിയപ്പെട്ട വിനോദ് ശങ്കരൻ്റെ ഇതേ രചന തന്നെയാണ്. തീർച്ചയായും സുബിൻ ദാസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് വടകരയിൽ പ്രിയപ്പെട്ട സുഹൃത്താണ്. ഒരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഒക്കെ ഉണ്ട്. മികച്ച രീതിയിൽ കേരളത്തിൽ അഡ്മിഷനുകളൊക്കെ നടത്തുന്ന മികച്ചൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായും സുബിനെയും ഏറെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ വേദിയിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MyFMൻ്റെ റീഡിംഗ് ടൈമാണ്. റീഡിംഗ് ടൈമിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് വിനോദ് ശങ്കറിൻ്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രിയപ്പെട്ട രചനകളും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ആഗ എന്നൊരു എഴുത്തുകാരനുണ്ട്. ആഗ എല്ലാ ഞായറാഴ്ചകളിലും രചനകൾ പങ്കുവയ്ക്കാറുണ്ട് ഏറെ സ്നേഹത്തോട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ആഗയുമായി ബന്ധപ്പെട്ട് ഒരു രചന പങ്കുവച്ചിരുന്നു. തീർച്ചയായും ഒരു മികച്ച അനുഭവമാണ് ആഗ നമ്മളിലേക്ക് നൽകുന്നത്. നിങ്ങളിൽ എത്ര ശതമാനം നിങ്ങളുണ്ട് എന്ന ഒരു രചന പ്രിയപ്പെട്ട വിനോദ് ശങ്കറിൻ്റെതായിട്ടുണ്ട്. പറയൂ, നിങ്ങളിൽ എത്ര ശതമാനം നിങ്ങളുണ്ട്? സ്വപ്നം കാണുമ്പോൾ, കവിത എഴുതുമ്പോൾ, വേട്ടയാടുമ്പോൾ. തീർച്ചയായും ഇവിടെ പ്രിയപ്പെട്ട ബീന റൈച്ചൽ എത്തിയിട്ടുണ്ട്. ബീന കഴിഞ്ഞ ആഴ്ചയും വളരെ സജീവമായിത്തീരുന്നു. നമസ്കാരം പ്രിയരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആഗയുടെ രചനയിൽ ആഗ ഇങ്ങനെ പറയുന്നു: പറയൂ, നിങ്ങളിൽ എത്ര ശതമാനം നിങ്ങളുണ്ട്? സ്വപ്നം കാണുമ്പോൾ, കവിത എഴുതുമ്പോൾ, വേട്ടയാടുമ്പോൾ, ഇണചേരുമ്പോൾ, പ്രണയിക്കുമ്പോൾ, പോരാടുമ്പോൾ, ശോഭിക്കുമ്പോൾ, കരയുമ്പോൾ നിങ്ങളിൽ എത്രമാത്രം നിങ്ങളുണ്ട്? തീർച്ചയായും ചില ചോദ്യങ്ങളിലൂടെയാണ് ഓരോ പ്രിയപ്പെട്ടവരും നമ്മളിലൂടെ കടന്നു പോകുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കൊക്കെന്ന കവിത ഒരിക്കൽ വിനോദ് ശങ്കരൻ പങ്കുവച്ചിരുന്നു. നല്ല രീതിയിൽ വായിക്കപ്പെടുകയും ഒരുപാട് പേര് ഫോൺ വഴിയും ഒക്കെ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിച്ച ഒരു കവിതയാണ്. CO പൗലോസ് ഇരിങ്ങാലക്കുടയുടെ ഒരു കത്ത്, ഞാനത് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പോസ്റ്ററിൽ ആ കത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ പൗലോസ് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വിനോദ് ശങ്കറിൻ്റെ കൊക്കെന്ന കവിത വായിച്ചു. ആ നല്ല ആഖ്യാന ശൈലി, സൂക്ഷ്മതയാർന്ന രചനാപാടവം, വേലിയിറക്കത്തിൻ്റെ പുഴയിൽ ഒറ്റപ്പെട്ട് ദ്വീപുകൾ പോലെ വെള്ളക്കെട്ടുകൾ, നീർച്ചാൽ, സൂര്യകിരണങ്ങൾ ഏറ്റ് കണ്ണാടി പോലെ ഒരു കൊക്ക് പറന്നിറങ്ങുന്നു. നിശബ്ദമായ പറന്നിറക്കം. ചിറകുകൾ ഒതുക്കി കൊക്ക് കാലുകൾ പതിയെ വെള്ളത്തിൽ വെക്കുന്നു. കാൽവയ്പിലും നിരീക്ഷണത്തിലും മറ്റു ജീവികളെക്കാൾ കഴിവുണ്ട്. സൂക്ഷ്മമായ പരിസര വീക്ഷണവും ജാഗ്രതയും ഒക്കെയുണ്ട്. പ്രതീക്ഷ, ആത്മവിശ്വാസം ഇത്യാദി കാര്യങ്ങളും ഈ ചെറുപക്ഷിയിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടിയിരിക്കുന്നു. വിനോദ് ശങ്കറിൻ്റെ തൂലികയിൽ നിന്ന് ഇനിയും നല്ല രചനകൾ ഉണ്ടാവട്ടെ എന്ന് CO പൗലോസ് ഇരിങ്ങാലക്കുട പങ്കുവെച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ കവിതയുടെ കത്തിനെക്കുറിച്ച് ഒരിക്കൽ വിനോദ് പങ്കുവെച്ചത് ഓർക്കുന്നു. ആ കവിത ഇങ്ങനെയാണ്: വേലിയിറക്കത്തിൻ്റെ പുഴയായിരുന്നു, ഒറ്റപ്പെട്ടുപോയ ദ്വീപുകൾ പോലെ അവിടവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ. വേലിയിറക്കത്തിൻ്റെ പുഴയായിരുന്നു, ഒറ്റപ്പെട്ടുപോയ ദ്വീപുകൾ പോലെ അവിടവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ. കരപറ്റി വളഞ്ഞു പുളഞ്ഞൊഴുകിപ്പോകും നീർച്ചാലിൽ കരിമ്പടം മാറ്റി മുഖം കഴുകാനിറങ്ങുന്ന സൂര്യൻ. ഒരു കൊക്ക് പറന്നിറങ്ങി പതിയെ ചിറകൊതുക്കുന്നു. ഓരോ കാൽവെപ്പിലും ഒരു കൊക്കിനേക്കാൾ കനം കുറഞ്ഞ് വളരെ പഴയ ഒരളവുകോൽ മാതിരി നീറ്റിലാഴ്ത്തിവെച്ച നീണ്ടുമെലിഞ്ഞ കാലുകൾ അതിൽ വന്നു മുട്ടുന്നു. നീരൊഴുക്കിൻ്റെ തോത്, കുളിരിൻ്റെ കൂർപ്പ്, ഇരയുടെ പിടപ്പ്, സ്വന്തം നിഴലിനെ ഇരകോർക്കുന്ന കൊക്കിൻ്റെ വിദ്യ. പാവം മീനുകൾ അത് തണൽത്തടമെന്ന് വട്ടത്തിൽ തണൽത്തടമെന്ന് പാവം മീനുകൾ വട്ടത്തിലത് തണൽത്തടമെന്ന് നീന്തുന്നു. മുനകൂർത്തു വരുന്ന ധ്യാനം, വലിഞ്ഞു മുറുകുന്ന ഒറ്റക്കാൽ, നീർച്ചാലുകൾ
ചിതറിച്ചെരു ചെതു നീർച്ചാലുകൾ ചിതറി ചെരമ്പു പാളുന്നു. സ്ലക്ക്. കൊക്കിൻ വായിൽ വാൽത്താളം പിടിച്ച് മീൻ വിലങ്ങനെ കൊക്ക് തലയൊന്ന് കുടയുമ്പോൾ വായുവിൽ വട്ടം കറങ്ങി വന്ന് മീൻ നെടുങ്ങനെ തല മുന്നോട്ടാഞ്ഞൂക്കോടെ ഒന്നുകൂടി കുടഞ്ഞ് മീനെവിടെ? കൊക്ക് തിരിച്ചു പറക്കുന്നു. കാലിൽ പറ്റിയ ഇത്തിരി ചെളിയൊഴികെ പുഴയ്ക്കും കൊക്കിനുമിടയിൽ ഭയപ്പെടേണ്ടതായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നെഴുതിയാണ് ആ രചന അവസാനിക്കുന്നത്. തീർച്ചയായും പ്രിയപ്പെട്ട CO പൗലോസിൻ്റെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. വെള്ളക്കെട്ടുകൾ നീർച്ചാൽ സൂര്യകിരണങ്ങളേറ്റ് കണ്ണാടി പോലെ ഒരു കൊക്ക് പറന്നിറങ്ങുന്നു. ഇവിടെ മുകേഷ് KC ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. റജിക്ക് ഹായ് പറയുന്നുണ്ട് കണ്ണൻ റാം. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിനീത് അലക്സാണ്ടർ കേട്ടുകൊണ്ടിരിക്കുന്നു. വളരെ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. ഏറെ സ്നേഹത്തോടെ വിനീത് അലക്സാണ്ടറിനെയും സ്വാഗതം ചെയ്യുകയാണ് MyFMന്റെ ഈ ലൈവിലേക്ക്. ഇവിടെ മുകേഷ് KC ഒരു രചന പങ്കുവയ്ക്കുന്നുണ്ട്. തീർച്ചയായും രചനകളുമായി നമ്മളോടൊപ്പം ചേരുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ റജി ഹായ് പറയുന്നുണ്ട്. റജിക്ക് സ്വാഗതം. MyFM 99 നമ്മളാം പൂക്കാലത്തിന്റെ റീഡിംഗ് ടൈമിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് റജിയെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദ് ശങ്കറിന്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവെക്കുന്ന മറ്റു പ്രിയപ്പെട്ട രചനകളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വേദിയാണ്. വിനോദ് ശങ്കരൻ എന്ന എഴുത്തുകാരനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. മലയാളത്തിലെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും അദ്ദേഹത്തിന്റെ രചനകൾ വന്നിട്ടുണ്ട്. മാധ്യമം ആദ്യ പതിപ്പിൽ വന്ന രചന വാരിക കാണാതെ പോയവർക്ക് വേണ്ടി ഒരു ദിവസം അദ്ദേഹം പങ്കുവച്ചിരുന്നു. കണ്ണുകൾ അടച്ചു വെക്കല്ലേ എന്നാണ് ആ രചന. കണ്ണുകൾ രണ്ടും ഒന്ന് അടച്ചു നോക്കൂ. ചില സെക്കൻഡുകളായാലും മതി. ഭൂമിയിലെ സർവ്വ കുന്നുകളും മണ്ണിടിഞ്ഞു വന്ന് തൊട്ടില്ലെന്ന മട്ടിൽ കണ്ണിൽ മുട്ടി നിൽക്കുന്നില്ലേ? എന്തൊരു സന്ത്രാസപ്പെടലാണത്. കൺപോളകൾ കൊണ്ട് തിരിച്ചുന്തി എല്ലായ്പ്പോഴും നമുക്കവയെ പഴയപടി കുന്നുകളാക്കി തന്നെ നിർത്താനാവുന്നു എന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. എന്നാലും ഒരു നേരം പോക്കിനു വേണ്ടിയോ ഒരു പ്രാർത്ഥനയ്ക്കോ ഒരു ചുംബനത്തിനോ ഒരു വ്യായാമത്തിനോ ഒരു സമ്മാനപ്പൊതിക്കോ ഒരു ഓർമ്മയ്ക്കോ വേണ്ടി പോലും അധിക നേരം നിങ്ങൾ കണ്ണുകളടച്ച് വെക്കല്ലേ. കാര്യം ഒരാൾക്ക് വേണ്ട മണ്ണ് എത്രയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഒരാൾക്ക് വേണ്ട മണ്ണ് എത്രയാണെന്ന് ആർക്കാണ് അറിയാത്തത്? നമ്മളത് സമ്മതം മൂളിയവരുമാണ്. പക്ഷേ ഭൂമിയിലെ മുഴുവൻ മണ്ണും ഒരാളിന് മീതെ വന്ന് വീഴുകയെന്നത് ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന അത്രയൊന്നും ബലമില്ലാത്ത മനുഷ്യന് എങ്ങനെ സഹിക്കാനാവും? പക്ഷേ ഭൂമിയിലെ മുഴുവൻ മണ്ണും ഒരാളിനു മീതെ വന്ന് വീഴുക എന്നത് ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന അത്രയൊന്നും ബലമില്ലാത്ത മനുഷ്യന് എങ്ങനെ സഹിക്കാനാവുമെന്ന് എഴുതിയാണ് കണ്ണുകൾ അടച്ചു വെക്കല്ലേ എന്ന മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ കവിതയിലെ വരികൾ അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ രചനകളൊക്കെ പങ്കുവയ്ക്കാവുന്ന ഒരു വേദിയാണ് MyFM 99.7 നമ്മളാം പൂക്കാലം ഒരുക്കിയിട്ടുള്ളത്. കടൽ ഒരു കവിതാ പുസ്തകം, തിരമറിയുന്നു താളുകൾ, നുര ചിതറുന്നു രസങ്ങൾ, കൊതിയടങ്ങാതെ തിടുക്കെ കവിത വായിക്കുവോളം വൃദ്ധനാവാതെ കാലം എന്നെഴുതുന്നു വിനോദ് ശങ്കരൻ. ദേശാഭിമാനിയിൽ 2003 പ്രസിദ്ധീകരിച്ച റാന്തൽ എന്നൊരു രചനയുണ്ട് അദ്ദേഹത്തിൻ്റെതായി. റാന്തലിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു: ഉയരെ ഉയരെ ഉയരുന്നു ഉരുകുന്നു, ഉയരെ ഉയരെ ഒഴുകുന്നു വേറൊന്ന് വീട്ടുമുറ്റത്തെ തെങ്ങുകൾക്ക് മുകളിൽ വട്ടമിട്ട് 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 കിയോം കിയോം കലിതുള്ളി പാറുന്നു തള്ള, ചിറകിനകം ശൂന്യം പാരച്ചുട്ടേറിപ്പോകുന്നുവോ കിയോം 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 കീ. ഉയരെയുള്ളതപ്പോൾ
താഴേക്ക് താഴേക്ക് അധിക വേഗം റാഞ്ചി അതിനെ റാഞ്ചുന്നു. തെങ്ങോലയുറച്ച് കാൽനഖങ്ങളയച്ച് വാ പിളർക്കുന്നേലം കല്ലെറിഞ്ഞ മാതിരി കാക്കക്കൂട്ടം എന്നെഴുതിയാണ്. ദേശാഭിമാനിയിൽ അദ്ദേഹത്തിന്റെ 2022 ദേശാഭിമാനിയിൽ പൂച്ച അവൾ എന്നൊരു രചന വന്നിട്ടുണ്ട്. ഭാര്യയുടെ പൂച്ചക്കുട്ടി എന്ന സലീം ചേനത്തിന്റെ രചന എനിക്ക് ഓർമ്മ വന്നു. പൂച്ച അവളിലേക്ക് പോവാം. തീർച്ചയായും സലീമിന് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യും. സലീം ഭയങ്കര രസികനായിട്ടുള്ളൊരു എഴുത്തുകാരൻ കൂടിയാണ്. കണ്ണൻ ഇവിടെ സ്നേഹം അറിയിക്കുന്നുണ്ട്. മുകേഷ് കെ സി, ജലാശയങ്ങൾ മരിച്ചുപോയ മഴത്തുള്ളിയുടെ കുടീരമല്ല ഷായത് എഴുതുന്നുണ്ട്. ആന്റണി ഗില്ലിയാൻ എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. റേഞ്ച് പ്രോബ്ലം ഉണ്ടോ എന്ന് ബീന റൈച്ചൽ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും റേഞ്ചിന്റെ പ്രോബ്ലം അലട്ടുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. ദേശാഭിമാനിയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വിനോദ് ശങ്കറിന്റെ രചന ഇങ്ങനെയാണ്. ഉണർന്നു തലയിണയിൽ പാതി വായിച്ച പുസ്തകം പുറംചട്ടയിൽ അതീവ ഭംഗിയുള്ള ഒരു പൂച്ച മയങ്ങുന്നു. വീടിന് പുറത്തിറങ്ങി നിലാവിനൊപ്പം വെറുതെ നടന്നു. തലേനാൾ അപ്രതീക്ഷിതമായി മരിച്ചുപോയ എൻ്റെ പൂച്ചയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു. കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നടന്ന് അവയുടെ നേർത്ത ഇലകൾ ഉറഞ്ഞ ഇളം കാറ്റുകളെ ഉണർത്താതെ കടൽ തീരത്തേറെ നേരം ഇരുന്നു. തുണവന്ന നിലാവിനൊപ്പം തിരികെ നടന്നു. വീട്ടുമുറ്റത്ത് മുല്ലയുടെ ചുവട്ടിൽ പൂച്ചയെ മറവു ചെയ്തെടുത്ത് അല്പനേരം ഇരുന്നു. പതിവ് പോലെ പൂച്ച അവളുടെ തലയിണയിൽ മുൻകാലുകൾ നീട്ടിവെച്ച് അവളെ മുട്ടിയുരുമ്മിക്കിടന്നു. പാതിയടഞ്ഞ കണ്ണുകൾ പൂച്ചയുടെ സ്വപ്നത്തിൽ. പൂച്ച വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലെ പൂച്ചയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം അവൾ. പുറംചട്ടയിൽ പൂച്ചക്കണ്ണുള്ള പുഞ്ചിരിക്കുന്ന സുന്ദരി. കഥാപാതിയിലെ അവളുടെ മരണം പൂച്ചയ്ക്ക് താങ്ങാനാവുന്നില്ല. വായന നിർത്തിവെച്ച് വീടിന് പുറത്തിറങ്ങി. പതിവ് പോലെ പൂച്ച അവളുടെ തലയിണയിൽ മുൻകാലുകൾ നീട്ടിവെച്ച് അവളെ മുട്ടിയുരുമ്മിക്കിടന്നു. പാതിയടഞ്ഞ കണ്ണുകൾ പൂച്ചയുടെ സ്വപ്നത്തിൽ. പൂച്ച വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിലെ പൂച്ചയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം അവൾ. പുറംചട്ടയിൽ പൂച്ചക്കണ്ണുള്ള പുഞ്ചിരിക്കുന്ന സുന്ദരി. കഥാപാതിയിലുള്ള അവളുടെ മരണം പൂച്ചയ്ക്ക് താങ്ങാനാവുന്നില്ല. വായന നിർത്തിവെച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങി എന്നാണ് പൂച്ച അവൾ എന്ന വിനോദ് ശങ്കറിന്റെ രചന അവസാനിക്കുന്നത്. ദേശാഭിമാനിയിൽ 2022 പ്രസിദ്ധീകരിച്ച രചനയാണ്. വാണി വീണ എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സജീർ ടൂൾ എത്തിയിട്ടുണ്ട്. പാണ്ടിലോറി കയറിയ ശവം പോലെ വിങ്ങുന്ന ഞാനും നയിക്കുന്നുണ്ട്. ഏറെ രസികനായ ഒരു മനുഷ്യനാണ് ഷജീർ. പിന്നെ ഡ്രൈവറാണ്. ഭാഗ്യം ഉള്ളവനാണെന്ന് ഞാൻ പറയും. കാരണം ഇന്ത്യയിലുടനീളം നാഷണൽ പ്രൈം പെർമിറ്റ് ലോറികളിൽ ഇങ്ങനെ യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചൊരു മനുഷ്യനാണ്. എഴുതാറുള്ള ആളാണ്. വളരെ സജീവമായി ചേർന്ന് നിൽക്കുന്ന തൃശ്ശൂരിൽ സ്കൂൾ ഓഫ് ഡ്രാമയുമായിട്ടും സാഹിത്യ അക്കാദമിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് ഷജീർ. ഏറെ സ്നേഹത്തോടു കൂടി ഷജീറിനെ MyFMന്റെ ഈ ഒരു റീഡിംഗ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് MyFM 99.7 നമ്മളാം പൂക്കാലം, അറിവിന്റെയും വിനോദത്തിന്റെയും പൂക്കാലവുമായി ഒരു കിടിലൻ RJS ബ്രോഡ്കാസ്റ്റ്. അതെ, ഇതൊരു കിടിലൻ മല്ലു വൈറൽ FM MyFM 99.7 നമ്മളാം പൂക്കാലം, ഫസ്റ്റ് ഫാമിലി FM റേഡിയോ ഇൻ ഫേസ്ബുക്ക്. എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി ഇന്ന് വിനോദ് ശങ്കറിന്റെ രചനകളുമായി നമ്മൾ ഒത്തുകൂടുന്ന റീഡിംഗ് ടൈമിൽ ഒരുപാട് പേരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആന്റണിയെ സ്നേഹം അറിയിക്കുകയാണ്. ആന്റണി, തീർച്ചയായും ആന്റണി ഗില്ലിയാൻ അലൈസ്, ഗില്ലു എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് ആന്റണിയുടെ രചനകളും പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്. വിനോദ് ശങ്കരന്റെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നീലക്കല്ലൻ എന്ന രണ്ടാമത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശ്രീ മോഹനൻ മാഷിന്റെ അധ്യക്ഷതയിൽ D അനിൽകുമാർ കവി സുകുമാരൻ ചാലികതയ്ക്ക് നൽകിക്കൊണ്ടായിരുന്നു പ്രസിദ്ധീകരിച്ചത്. ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സുനിൽ അശോകപുരവും ജീവൻ ജോബ് തോമസ്, VK ജോബിഷ്, വിമീഷ് മണിയൂർ, ഡോക്ടർ അബ്ദുൽ ലത്തീഫ്, സന്തോഷ് പാലക്കട, സജീവ് മാത്യു, സലീം ചേനം ഉൾപ്പെടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ആ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഒരുപാട് ആദരവുകളും എഴുത്തുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളും ഒക്കെ അദ്ദേഹത്തെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെയാണ് നീലക്കല്ലന്റെ പ്രസിദ്ധീകരണ സമയത്ത് എഴുതിയത്. സുബിൻ നിസാർ ഇവിടെ ഹായ് അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സുബിനെ സ്വാഗതം ചെയ്യുകയാണ്. സുബിൻ എമ്പുരാൻ സിനിമയുടെ സഹസംവിധായകനാണ്.
മികച്ചൊരു ആർജയാണ്. സുബിൻ്റെ ഒന്നും ശബ്ദത്തിന് മുമ്പിൽ ഒന്നുമല്ല. വളരെ ഭംഗിയായി റേഡിയോ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കാറുള്ള മികച്ചൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്, മികച്ച കലാകാരനാണ്, ഒരുപാട് സിനിമകളുടെ സഹസംവിധായകനാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ സിനിമയിൽ തൻ്റെതായ സ്ഥാനം അടയാളപ്പെടുത്തുന്ന അളവിൽ സുബിൻ നിസാർ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലൈവിലെത്തിയതിൽ ഏറെ സ്വാഗതം, ഏറെ സ്നേഹം അറിയിക്കുകയാണ്. ഞാൻ വിനോദ് ശങ്കറിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം നീലക്കല്ലിൻ്റെ സമയത്ത് ഇങ്ങനെ എഴുതി: എൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരം പുറത്തിറങ്ങുന്നതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കട്ടെ. പുസ്തകത്തിന് അവതാരിക തന്നിട്ടുള്ളത് മലയാളത്തിലെ വലിയ കവികളിൽ ഒരാളായ പി രാമനാണ്. അദ്ദേഹത്തിന് കവിതകൾ ഇഷ്ടപ്പെടുകയും അതിൽ കാതലായ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് വായനയ്ക്ക് കുറെ കൂടി പ്രേരണകൾ ചെലുത്തും വിധം ഒരു എഴുത്തുവിദ്യ നടത്തിയിരിക്കുന്നു. അതുപോലെ രാമൻ മാഷിൻ്റെ ചില അഭിപ്രായങ്ങളും സമാഹാരത്തിന് ഗുണകരമായി തീർന്നു എന്ന് പറയട്ടെ. കവിതയെ അങ്ങേയറ്റം നെഞ്ചിലേറ്റുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്ന പി രാമന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കട്ടെ എന്ന് എഴുതിയാണ്. കവിതയുടെ പുറംചട്ടയിൽ സമാഹാരത്തിൻ്റെ ആറ്റിക്കുറുക്കി ഏതാനും ചില വാക്കുകൾ പ്രിയപ്പെട്ട എഴുത്തുകാരനായ കവി സച്ചിദാനന്ദൻ മാഷ് ഉദാരപൂർവ്വം തന്നിട്ടുണ്ട്. അവ വായനയ്ക്ക് കൂടുതൽ വെളിച്ചം പകരാൻ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. പ്രശസ്ത കവിയും ചിത്രകാരനുമായ സുധീഷ് കോട്ടയംപുറമാണ് ഗംഭീരമായൊരു പടപ്പ് പുസ്തകത്തെ മനോഹരമായി മാറ്റിയത്. അങ്ങനെ അതായത് ജനുവരി 7, 2023 പ്രകാശന കർമ്മം നടന്നത്. എന്തായാലും വിനോദ് ശങ്കരൻ്റെ അടുത്ത 3ാമത്തെ കവിതാ സമാഹാരത്തിൻ്റെ പണിപ്പുരയിലാണ് അദ്ദേഹം ഉള്ളത്. ഏറെ സ്നേഹം അറിയിക്കുകയാണ്. അദ്ദേഹം ട്രൂ കോപ്പി ഉൾപ്പെടെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളും, മലയാളത്തിലെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹത്തിൻ്റെ രചനകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള എഴുത്തുകാരനാണ്. ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ഖനം എന്ന പാരിസ്ഥിതികമായ ഒരു സ്വഭാവത്തെ, അതായത് ഖനം അതിൻ്റെ പാരിസ്ഥിതികമായ ഒരു സ്വഭാവത്തിൽ ഏറെ വായിക്കപ്പെട്ട ഒരു രചനയാണ്. അത് ഒരിക്കൽ കൂടി പങ്കുവയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഖനം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. തോട്ടുവരമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നു ഒരു തവള, അനക്കമറ്റ് അത്രമേൽ ഏകാഗ്രമായി അതിൻ്റെ ഇടതു കണ്ണിൽ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടം. കണ്ടപാടെ കല്ലെടുത്തെറിയുന്നു ഒരു കുട്ടി, 1, 2, 3. ഓരോ ഏറിന് ശേഷവും ഇനി ഉണ്ടാവില്ലെന്ന് തവള കരുതുന്നു. ഓരോ ഏറ് കഴിയുമ്പോഴും കൂടുതൽ കരുത്തനാവുന്നു കുട്ടി. തവളയുടെ ഇടത് കണ്ണ് തകരുന്നു. കണ്ണിനകത്തെ കല്ല് കനം വെച്ച് വലിയ നഗരമായി തീരുന്നു. 41ാം നിലയിലെ ഒരു ഫ്ലാറ്റിൽ മീനുകൾക്ക് തീറ്റ കൊടുക്കുകയാണ് ഞാൻ. കളിക്കാനൊരു തവളയെ വേണമെന്ന് 4 വയസ്സുകാരൻ മകൻ ഷാട്ടിൻ പിടിക്കുന്നു. ഒരു കഷ്ണം വെളുത്ത പേപ്പർ എടുത്ത് തവളയെ ഉണ്ടാക്കി കൊടുക്കുന്നു. പക്ഷേ ചൂണ്ടുവിരലിന് അറ്റത്ത് തവള ചാടുന്നു എന്ന് എഴുതിയാണ് ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി മൈ എഫ് എമ്മിൻ്റെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ലൈവിൽ RJ ഷായുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിനോദ് ശങ്കറിൻ്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും നിങ്ങൾക്ക് ഏറെ ഇഷ്ടമുള്ള മറ്റെഴുത്തുകാരുടെ രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് മൈ എഫ് എം 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ റീഡിംഗ് ടൈമിൽ എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5 മണിക്കാണ് നിങ്ങളോടൊപ്പം ചേരുക. തീർച്ചയായും മറ്റൊരു രചന അച്ചു ഹലൻ എന്ന എഴുത്തുകാരി, പ്രണയമേ, വളരെ ലളിതമായി പ്രണയത്തെക്കുറിച്ച് എഴുതാറുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന അച്ചു ഹലൻ എന്ന എഴുത്തുകാരിയുടെ ഒരു രചനയാണ്. വളരെ ലളിതമാണ്. പ്രണയമേ, നീ എന്തൊരു അഭിനിവേശമാണ് എന്നിൽ നിറയ്ക്കുന്നത്. കണ്ണേറുകൾ കൊണ്ടെൻ്റെ ഹൃദയം കീഴടക്കി, കളിവാക്കുകൾ കൊണ്ടെൻ്റെ മനസ്സിൽ നിറച്ച്, കള്ളച്ചിരി കൊണ്ടെൻ്റെ ഉറക്കം കളഞ്ഞു. എൻ്റെ പ്രണയമേ, കണ്ണിറയെ കണ്ടുകൊണ്ടിരിക്കാൻ, കാണുമ്പോൾ പുണർന്നുമ്മകളാൽ നിറയാൻ, നെഞ്ചിൽ വികാരം തീ പടർത്തുമ്പോൾ ഇണപ്പാമ്പുകളാകാൻ, ഒറ്റ വികാരത്താൽ തമ്മിൽ അലിഞ്ഞില്ലാതാവാൻ, എത്ര സ്നേഹിച്ചാലാണ് നമ്മിൽ ഈ കൊതി തീരുന്നത്? എത്ര സ്നേഹിച്ചാൽ ആണ് നമ്മിൽ ഈ കൊതി തീരുന്നത്? കാലം മോഹം കെടുത്താത്ത ഒരൊറ്റ ഉടലുപോലെ, മറ്റാർക്കും നിർവചിക്കാനാവാത്ത ഒറ്റവരി കവിത നമ്മൾ എന്നെഴുതിയാണ് അച്ചുഹലൻ്റെ രചന അവസാനിക്കുന്നത്. യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന
കഴിഞ്ഞ ദിവസം ഹംപി യാത്രയെക്കുറിച്ചിട്ട് അച്ചുഹലൻ ഒരു വിവരണം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ചരിത്രം, വാസ്തുവിദ്യ, സംസ്കാരം എന്നിവയുടെ നിധിയായ ഹംപിയെക്കുറിച്ച്, സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അതിശയകരമായ വാസ്തുവിദ്യയെക്കുറിച്ച്, യുനെസ്കോയുടെ അംഗീകാരം ലഭിച്ച ഹംപിയെക്കുറിച്ച്, ക്ഷേത്രങ്ങളും കൊട്ടാരങ്ങളും വിപണികളും ഉൾപ്പെടെ 700 വർഷത്തോളം പഴക്കമുള്ള വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഹംപി എന്ന ആ ഒരു പുരാതന നഗരത്തെക്കുറിച്ച്, ക്ഷേത്രങ്ങളുടെയും സംസ്കാരങ്ങളുടെയും അലങ്കരിക്കുന്ന സങ്കീർണമായ കല്ലുകൊത്തുപണികളുടെയും ശില്പങ്ങളും നിറഞ്ഞ ഹംപിയെക്കുറിച്ച്, അത്തരത്തിൽ ഏറെ മനസ്സിനെ കുളിരണിയിക്കുന്ന യാത്രകളെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ചൊക്കെ എപ്പോഴും പങ്കുവയ്ക്കാറുള്ള ആളാണ് പ്രിയപ്പെട്ട അച്ചുഹലൻ. അച്ചുഹലന്റെ രചനകളുമായിട്ടായിരിക്കും അടുത്ത ആഴ്ച നമ്മൾ ഒത്തുകൂടുക. അച്ചുഹലൻ എഴുതുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ എഴുതാറുള്ള ചില വരികളുണ്ട്, ചില യാത്രാ വിവരണങ്ങളുണ്ട്, ഒപ്പം ഏറെ സ്നേഹത്തോടെ പങ്കുവയ്ക്കാറുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. തീർച്ചയായും ഈ ഹംപിയെക്കുറിച്ച് വായിച്ച് എനിക്ക് കൊതി തീർന്നില്ല. അത് പറഞ്ഞ് ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. സ്വർണ്ണ നിറമുള്ള കുന്നുകൾ, സുന്ദരമായ നദികൾ, പച്ചപ്പ് നിറഞ്ഞ പ്രകൃതി സൗന്ദര്യം എന്നിവയാൽ അതിശയിപ്പിക്കുന്ന ഹംപി, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ടിയിരുന്ന നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ഹംപി കാണാൻ പ്രിയപ്പെട്ട അച്ചുഹലന്റെ ഒരു എന്താ പറയുക, ഒരു ട്രാവലിംഗ് കൂട്ടായ്മ തന്നെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞാൻ അടുത്ത ദിവസം പറയാം. അപ്പോൾ അതോടൊപ്പം ഇവിടെ രചനകളുമായി എത്തിയിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്. മുകേഷ് കെ സി ഇവിടെ വരികൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ട കണ്ണർറാമും സുബിനും റെജി കൊട്ടാരക്കരയും ബീന റൈച്ചൽ നിജിയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിന്റെ ഈ ഒരു റീഡിംഗ് ടൈമിലേക്ക്. ഉല്ലാസ് ഒന്നാംകര പ്രമുഖനാവുക എന്ന പാസകവിത പങ്കുവച്ചിട്ടുണ്ട്. നല്ല അടിപൊളി അവതരണമെന്ന് ഷജീർ ടൂൾ അവതരിപ്പിക്കുന്നുണ്ട്. സൂപ്പർ അവതരണമെന്ന് ഹരീഷ് സ്നേഹം അറിയിക്കുന്നുണ്ട്. പത്മചേച്ചി എത്തി ഹായ് അറിയിക്കുന്നുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും കുളി എന്ന രചന വിനോദ് ശങ്കറിൻ്റെതായിട്ട് പങ്കുവയ്ക്കാം. ഏറ്റവും അവസാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തതാണ്. കുളിമുറി ഒരു കാടെങ്കിൽ ബക്കറ്റ് വെള്ളം മരതകച്ചോല, കുതിച്ചു ഞാൻ തുളഞ്ഞു മരതകം, ഉണർന്നു ചീറ്റി നീർപ്പാമ്പുകൾ ചുറ്റിലും പത്തി വിടർത്തിപ്പാഞ്ഞ് കരപൊത്തുകളിൽ അഞ്ഞാഞ്ഞു കൊത്തേ, സുരത താളമേളം കൊഴുക്കേ, ചൂടിക്കയറഴ വള്ളിപ്പടർപ്പെങ്കിൽ ഈറനിറ്റുമാ തളിരിലകൾ അടിയുടുപ്പുകൾ അവയുടെ മധുര കളഹങ്ങൾ എൻ്റെ കളകാഞ്ചിയിൽ ഹാ, കയറഴ വള്ളിപ്പടർപ്പെങ്കിൽ ഈറനിറ്റുമാ തളിരിലകൾ അടിയുടുപ്പുകൾ അവയുടെ മധുര കലഹങ്ങൾ എൻ്റെ കളകാഞ്ചിയിൽ ഹാ, വീട് മുഴുക്കെ കാടാകും വരെ ആരുമുട്ടിയാലും തുറക്കില്ല ഞാൻ ഈ കുളിമുറി വാതിൽ എന്നാണ്. അദ്ദേഹം 2004 എഴുതിയ രചനയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസവും അത് പങ്കുവച്ചിരുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ആദ്യ മരണത്തെക്കുറിച്ച്, അയാൾക്കൊപ്പം കഷ്ടിച്ച് ജീവിച്ച് പോകുന്നുവെന്നിരിക്കെ പിന്നീടുള്ള അയാളുടെ മരണങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നോർത്ത്. തീർച്ചയായും മരണങ്ങളെക്കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളുണ്ട്. തീർച്ചയായും ഞാനിപ്പോൾ പറഞ്ഞത് ഞാൻ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്. ആർക്കും അതിനകത്ത് തമാശ തോന്നണ്ട. തീർച്ചയായും അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇത്തരം രചനകൾ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പങ്കുവച്ച എം ബഷീറിന്റെ രചനകൾ വളരെ ലളിതമായി പ്രണയം പറയുന്നതാണെങ്കിൽ, അച്ചുഹലൻ ഞാനിപ്പോൾ സൂചിപ്പിച്ച അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്ന അച്ചുഹലന്റെയും എഴുത്താണ്. പക്ഷെ ലളിതമായ എഴുത്തുകളാണ്. പക്ഷെ വിനോദ് ശങ്കരൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാനപ്പോൾ ഇത്ര സങ്കീർണമായ രീതിയിലുള്ള ചില വരികളുണ്ട് അദ്ദേഹത്തിന്റെ. ഇതൊരു ചലഞ്ചായിട്ട് എടുക്കാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഭാഷയെ കുറച്ചുകൂടെ ഉത്തേജിപ്പിക്കാൻ, എൻ്റെ ഭാഷയെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ബെല്ലാല കവിയുടെ ഭോജ പ്രബന്ധം എന്ന പുസ്തകത്തിൽ നിന്നും പ്രൊഫസർ R വാസുദേവൻ പോറ്റി, അതായത് എഴുമറ്റൂർ രാജരാജവർമ്മയുടെ ഒരു പരിഭാഷയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഒരിക്കലും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ രാത്രിയിൽ ധാരാനഗരത്തിൽ സഞ്ചരിച്ചിരുന്ന ഭോജരാജാവ് ഒരു വീട്ടിൽ ഉരലിൽ ധാന്യം കുത്തുന്നതിൽ ഏർപ്പെട്ടിരുന്ന ഒരു കാമിനിയെ കണ്ടു. സുകുമാര ശരീരയും പൂർണ്ണചന്ദ്രമുഖിയുമായ ആ യുവതിയെ കണ്ടിട്ട് അവളുടെ കയ്യിലുള്ള ഉലക്കയോട് രാജാവ് ഇങ്ങനെ പറയുകയാണ്: ഹേ മുസലമേ, ഇവളുടെ കരപല്ലവത്തിൻ്റെ സ്പർശം കൊണ്ടുപോലും നിന്നിൽ തളിരുണ്ടായില്ലല്ലോ. ഹേ മുസലമേ, ഇവളുടെ കരപല്ലവത്തിൻ്റെ സ്പർശം കൊണ്ടുപോലും നിന്നിൽ തളിരുണ്ടായില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എല്ലാ തരത്തിലും നീ കാഷ്ടം വിറക് തന്നെയാണ്. അതിനുശേഷം രാജാവ് ശ്ലോകവാദം ചൊല്ലുകയും ചെയ്തു.
മുസല്ലഗി സലയന്തോ തക്ഷണാധന്യജാതം. ഹേ മുസല്ല, നിനക്ക് ആ ക്ഷണത്തിൽ തന്നെ തളിരുണ്ടാകാത്തതുകൊണ്ട്. അനന്തരം രാജാവ് രാവിലെ സഭയിൽ വന്നു ചേർന്ന കാളിദാസിനെ കണ്ട് ഈ ശ്ലോകവാദം പറഞ്ഞു കേൾപ്പിച്ചു. സുഖവേ, മറ്റു 3 വരി പറയൂ. കാളിദാസൻ പറയുകയാണ്: ജഗതി വിദിതമേതത് കാഷ്ടമേവാസി നൂനം തതതപിച കിലം സത്യം കാനനി വർദ്ധിതോസി നവകൂലയ നേത്രി പാണി സംഗോത്സവേസ്മിൻ മുസലഗി സലയന്തോ തക്ഷണാധന്യജാതം. ഹേ മുസല, ലോകത്തിൽ നീ കാഷ്ടം തന്നെയാണെന്നത് തിരിച്ചറിയപ്പെട്ട സംഗതിയാണ്. നീ കാട്ടിലാണ് വളർന്നത് എന്നതും സത്യം തന്നെ. എന്തുകൊണ്ടെന്നാൽ പുതിയ കുവലയം പോലുള്ള കണ്ണുകളെ കൂടി ഈ യുവതിയുടെ കരസ്പർശോത്സവത്തിൽ ആ ക്ഷണത്തിൽ തന്നെ നിനക്ക് തളിരുണ്ടാവില്ല എന്ന് എഴുതിയാണ് വിനോദ് ശങ്കരൻ്റെ ആ രചന അവസാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടുകൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ആന്റണി ഗില്ലിയാൻ അലക്സ് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആന്റണിയും അദ്ദേഹത്തിൻ്റെ രചനകൾ പങ്കുവയ്ക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ജിംഷു ദത്ത് ഒത്തിരി അറിവുകൾ കിട്ടി അതിമനോഹരമായി അവതരിപ്പിച്ചു എന്ന് ജിഷ്ണു ദത്ത് അറിയിക്കുന്നുണ്ട്. ഇന്ന് ജിഷ്ണു ദത്തിൻ്റെ ജന്മദിനമാണ്. പ്രിയപ്പെട്ട ജിഷ്ണു ദത്ത് സുധാകരൻ എന്നും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് കണ്ണൻ റാം അറിയിക്കുന്നുണ്ട്. ഹരീഷ് സ്നേഹം അറിയിക്കുന്നുണ്ട്. നല്ല അവതരണമെന്ന് അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പത്മചേച്ചി ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. ഷജീർ ടൂള്, തീർച്ചയായും ഷജീർ, നിങ്ങളുടെയൊക്കെ പിന്തുണ വരും ദിവസങ്ങളിൽ ഉണ്ടാവണം. അടുത്ത വെള്ളിയാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ മോർണിംഗ് ചിറ്റാറ്റ് എന്ന പരിപാടിയുമായി ഞാൻ രാവിലെ എത്താറുണ്ട് 10 മണിക്ക്. അതുപോലെ വെള്ളിയാഴ്ചകളിലാണ് റീഡിംഗ് ടൈമായി എത്താറുള്ളത്. ഏറെ സ്നേഹത്തോടു കൂടി എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വിനോദ് ശങ്കരൻ്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന രചനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു റീഡിംഗ് ടൈമിൽ കടൽ ഒരു കവിതാ പുസ്തകം, തിരമറിയുന്നു താളുകൾ, നുരചിതറുന്നു രസങ്ങൾ, കൊതിയടങ്ങാതെ തിടുക്കെ കവിത വായിക്കുവോളം വൃദ്ധനാവാതെ കാലമെന്ന അദ്ദേഹത്തിൻ്റെ രചന. അകം നിറയെ വേട്ടമൃഗങ്ങളുള്ള പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ മുയൽ എത്ര നാൾ ജീവിക്കും അല്ലെങ്കിൽ അതിജീവിക്കും എന്നൊരു ചോദ്യം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരിക്കൽ ചോദിച്ചിരുന്നു. പഴയതുപോലെ ആയിരിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ രചനയുണ്ട്. പതികൻ മരത്തണലിൽ ചാരി ചിതറിക്കിടക്കുന്ന കല്ലുകളെ കാണുന്നു. പല വലിപ്പത്തിലുള്ളവ, രൂപഭംഗിയുള്ളത്. പതികൻ മരത്തണലിൽ ചാരി ചിതറിക്കിടക്കുന്ന കല്ലുകളെ കാണുന്നു. പല വലിപ്പത്തിലുള്ളവ, രൂപഭംഗിയുള്ളത്. കല്ലുകളെ അടുക്കാൻ തോന്നി. ഒന്നിനു മുകളിൽ ഒന്ന്, ഒന്നിനു മുകളിൽ വേറൊന്ന്. കയ്യെത്താവുന്നിടത്തോളം തന്നെക്കാൾ പൊക്കത്തിലായതിൽ നിർവൃതി പൂണ്ട് അല്പനേരം നോക്കി നിന്നു. കാറ്റ് ഈ വഴി വരും തീർച്ച, വീണേക്കാം. എങ്കിലും പഴയ പോലെ ആയിരിക്കില്ല കല്ലുകളുടെ കിടപ്പ്, പാദമുദ്രകളും എന്നെഴുതിയാണ് 2024 മാതൃഭൂമി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ച രചനയാണ്. കാലം അവളോട് പറഞ്ഞു, ഇനിയും ആരെ കാത്തു നിൽക്കണം, നീ വല്ലാണ്ട് തളർന്നു, വരൂ നമുക്കല്പദൂരം നടക്കാം. കാലം അവളോട് പറഞ്ഞു, ഇനിയും ആരെ കാത്തു നിൽക്കണം, നീ വല്ലാണ്ട് തളർന്നു, വരൂ നമുക്കല്പദൂരം നടക്കാം. കാര്യം നമ്മൾ ഒറ്റ കരളാണെങ്കിലും തൊട്ടുരുമിയിരുന്ന് 4 വാക്കിൻ്റെ കടല കുറിക്കാനായില്ലല്ലോ ഇത്ര കാലവും. കാര്യം നാം ഒറ്റ കരളാണെങ്കിലും തൊട്ടുരുമിയിരുന്ന് 4 വാക്കിൻ്റെ കടല കുറിക്കാനായില്ലല്ലോ ഇത്ര നാളുമെന്ന്. എത്ര രസകരമായിട്ടാണ് അദ്ദേഹം ജീവിതത്തെ നിർവചിക്കുന്നത്. ഏറെ സ്നേഹത്തോടു കൂടി ഇവിടെ ഷാണ സൂപ്പർ എന്ന് അറിയിക്കുന്നുണ്ട് ഹരീഷ്. അതോടൊപ്പം ജിഷ്ണു ദത്ത് കിട്ടാത്ത ഒത്തിരി അറിവുകൾ കിട്ടിയെന്ന് അറിയിക്കുന്നുണ്ടായിരുന്നു. വെരി നൈസ് എന്ന് പ്രിയപ്പെട്ട കണ്ണൻ റാം പറയുന്നുണ്ട്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ അദ്ദേഹം കോഴിക്കോട് ആകാശവാണിയിൽ കവിതകൾ അവതരിപ്പിക്കാൻ എത്തിയതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. ശാന്തവും സൗഹൃദപരവുമായ കോഴിക്കോട് ആകാശവാണിയുടെ അന്തരീക്ഷം ഒരിക്കൽ കൂടി ആസ്വദിക്കാനായി കവിതാ വിചാരങ്ങൾക്ക് അത് സന്തോഷം പകരുന്നു എന്നാണ്. അതുപോലെ തന്നെ സാഹിത്യരംഗം പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ലോഗോസ് ബുക്സും ഉണ്ട്. അദ്ദേഹം നീലക്കല്ലൻ അദ്ദേഹത്തിൻ്റെത് ആയിട്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടിരുന്നു.
തീർച്ചയായും പാവ എൻ്റെ ചരടറ്റത്തു നീ കയ്യടിശാലയിൽ തിരക്ക് കൂടുന്നു, നീ ദൈവമോ ചെകുത്താനോ പ്രണയമോ പ്രതികാരമോ മരണമോ ജീവിതമോ എന്നെഴുതി CS അരുണിൻ്റെ ചിത്രവുമായി അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. തീർച്ചയായും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മൊഴിപാഠം പരിപാടിയിലൊക്കെ വളരെ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം പട്ടാമ്പിയിലെ കവിതാ കാർണിവൽ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന P. രാമൻ നേതൃത്വം നൽകുന്നതാണ്. അത്തരം പരിപാടികളിലൊക്കെ വളരെ സജീവമായി പങ്കെടുക്കുന്ന ആളാണ് അദ്ദേഹം. ഏറെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹത്തോടൊപ്പം ചേരുന്നത്. ഹരീഷും മികച്ച അവതരണം അറിയിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹം, സന്തോഷം. പ്രിയപ്പെട്ട അച്ചുഹലൻ്റെ മറ്റൊരു പോസ്റ്റ് ഞാൻ പങ്കുവയ്ക്കാം. അതിലിങ്ങനെയാണ് പറയുന്നത്: ലോകത്തിലെ ഏറ്റവും അപകടകരമായ മാനസികാവസ്ഥ മനുഷ്യനിൽ അടിമപ്പെടുന്നതാണ്. മദ്യത്തിലോ മയക്കുമരുന്നിലോ അടിമപ്പെട്ടാൽ അതിന് ചികിത്സയുണ്ടെന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനിൽ അടിമപ്പെട്ടാൽ അത് അടിമപ്പെട്ടവരുടെ ജീവിതത്തെ ആകെ തകർത്തെറിയും. പ്രത്യേകിച്ച് അടിമയ്ക്ക് അയാളുടെ ഉടമയിൽ, അതായത് ആ ലവർ അല്ലെങ്കിൽ പാർട്ട്ണറിൽ നിന്നും യാതൊരു പരിഗണനയും ലഭിക്കാതെ വരികയും ഉടമ മറ്റു ബന്ധങ്ങളെപ്പോലെ മാത്രം അതിനെ നിസ്സാരവൽക്കരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അത് അയാളുടെ മാനസിക വ്യാപാരങ്ങളെ പാടെ തകിടെ മറിക്കും. അടിമപ്പെട്ടുവോ എന്ന് തിരിച്ചറിയാൻ എളുപ്പമാണ്. അയാളിൽ നിന്നുള്ള ചെറിയ അവഗണനയ്ക്ക് പോലും മറ്റൊന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ അസ്വസ്ഥമാക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാൾക്ക് അടിമപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ഇവിടെ പ്രതീഷ് എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. പ്രജീഷ് പുൽപ്പറമ്പലിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട പ്രജീഷിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിനോദ് ശങ്കറിൻ്റെ രചനകളുമായിട്ടുള്ള റീഡിംഗ് ടൈമാണ്. ഒപ്പം മറ്റ് രചനകളും നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ രചനകളൊക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. അച്ചു ഹെലൻ എഴുതിയിരിക്കുന്ന ഒരു മാനസികമായ അടിമപ്പെടലിനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പാണ് വായിച്ചു കൊണ്ടിരുന്നത്. ഓരോ സ്നേഹബന്ധങ്ങളും തുടക്കത്തിൽ എനിക്ക് അയാളിൽ നിന്നും ഒന്നും നേടാനല്ലെന്ന് പറയുമെങ്കിലും കാലം കഴിയുമ്പോൾ അവരാൽ പതിയെ ഉണ്ടാകുന്ന ശീലങ്ങൾ, അവകാശങ്ങൾ പോലെ മനസ്സിൽ ഉറച്ചുപോകും. അവിടെ നിരന്തരം സ്നേഹസാമീപ്യങ്ങളുടെ പോരായ്മകൾ പരാതികളായി പൊട്ടിപ്പുറപ്പെടും. അല്ലേലും സ്നേഹം എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരില്ലല്ലോ. സ്നേഹത്തെക്കാൾ സ്നേഹശൂന്യത തിരിച്ചറിയാൻ എളുപ്പവുമാണ്. ആദ്യമുണ്ടായ സ്നേഹമോ പരിഗണനയോ ഇപ്പോൾ ഇല്ലെന്ന് അടിമകൾ ചിന്തിച്ചു കൂട്ടും. ഉടമകൾ അവർക്കൊപ്പമല്ലാതെ ചിലവഴിക്കുന്ന ഓരോ സമയവും അവരെ മറക്കുന്നുവെന്നും മറ്റു കാര്യങ്ങൾക്കായി പ്രാധാന്യം കൊടുക്കുന്നുവെന്നും ഓർത്ത് ദുഃഖിക്കും. ചിന്തകൾ ദുസ്വപ്നങ്ങളായി വേട്ടയാടും. ചിന്തകൾക്കപ്പുറം അതവരെ ഭയപ്പെടുത്തും. സത്യത്തിൽ ഓവർ തിങ്കിങ് എന്നത് അത്രമേൽ അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. സ്വപ്നമേതാണ്, സത്യമേതാണെന്ന് പോലും തിരിച്ചറിയപ്പെടാനാവാതെ അവർ മനസ്സുവെച്ച് പാർട്ട്ണറെ ചോദ്യം ചെയ്യും. എന്നാലും എന്നോടിപ്പോൾ ഇങ്ങനെയാണല്ലോ എന്ന് സങ്കടം പറയും. പരാതികൾ പിന്നെ പിണക്കങ്ങൾ പതിയെ വഴക്കുകളും പ്രതികാരങ്ങളുമാകും. സ്വയം ശിക്ഷിക്കുകയോ മറ്റേയാളെ മാനസികമായി പീഡിപ്പിക്കുകയോ ചെയ്യും. പാർട്ട്ണർ അടിമയെ വെറുത്തു അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തിനെയെങ്കിലുമൊക്കെ ആശ്രയിക്കാൻ ശ്രമിക്കും. ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ തന്നെ അടിമയ്ക്ക് കൊടുത്ത സ്പേസ് മൂലമാണെന്നത് ഉടമകൾ മറക്കും. നീ വല്ലാതെ മാറിപ്പോയി എന്ന് പരസ്പരം കുറ്റപ്പെടുത്തും. നിശബ്ദപൂർവ്വം ആരെങ്കിലും ഒരാളിൽ ആ ബന്ധം അവസാനിപ്പിക്കപ്പെടും. എന്നിട്ട് ജീവിതാവസാനം വരെ അതോർത്ത് വേദനിക്കുകയും ചെയ്യും. ഇതൊരു ചെറിയ പോസ്റ്റ് മാത്രമാണ് അച്ചുഹലൻ്റെ. ഈ ഒരു ഒറ്റ പോസ്റ്റ് തന്നെ ഒരു വലിയ എപ്പിസോഡ് 1 മണിക്കൂർ ചർച്ച ചെയ്യാവുന്ന തരത്തിലുള്ള വിഷയമാണ്. കാരണം ഇന്നത്തെ സാംസ്കാരിക പരിസ്ഥിതിയിൽ, സാമൂഹിക പരിസ്ഥിതിയിൽ, കുടുംബ പശ്ചാത്തലത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്പുകളിലുള്ള പരസ്പര ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരണങ്ങളാണ്. തീർച്ചയായും വളരെ വിശദമായി തന്നെ അച്ചുഹലൻ്റെ എല്ലാ രചനകളും വളരെ ലളിതമായി പ്രണയം പറയുന്നതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലൂടെയൊക്കെ വളരെ സീരിയസ് ആയി കടന്നു പോകുന്ന ഒരു എഴുത്തുകാരി കൂടിയാണ് അച്ചുഹലൻ. അരുൺ GM ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. വിനോദ് ശങ്കറിൻ്റെ സുഹൃത്താണ്. ഏറെ സ്നേഹത്തോടെ അരുൺ GMനെയും സ്വാഗതം ചെയ്യുകയാണ്. MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു വിനോദ് ശങ്കറിൻ്റെ രചനകൾ പങ്കുവയ്ക്കുന്ന ഈ ഒരു വേദിയിലേക്ക്. വിനോദ് ശങ്കറിൻ്റെ മായക്കടൽ എന്ന രചനയിൽ ഇങ്ങനെ പറയുന്നു: മഴകളായി പെരുകുന്നൻ മുകൾ ചിറക് മേഘരൂക പരിണാമി കീച്ചിറക് പൂണ്ടു ചില്ലു പള്ളയിലൊരു വള്ളം വല്ലാണ്ട് പേടിയാൽ രണ്ടാളുകളതിൽ. പൂണ്ടു ചില്ലു പള്ളയിലൊരു വള്ളം വല്ലാണ്ട് പേടിയാൽ രണ്ടാളുമതിൽ. ഒരുപാട് വീശിയിട്ടും
ചേക്കേറാനാകാത്ത പറത്തങ്ങൾ, മുകളിലൊരു കടൽ, മറ്റൊന്നു താഴെ, തൻ്റെ കടൽ ഏതെന്ന് സ്നേഹിയായ 49 നമ്പർ ബോട്ട്, അഭിനന്ദനങ്ങളിൽ അതിമറന്നിരിക്കുകയാണെന്ന് ആ സയനിസ്റ്റ് ചിത്രകാരൻ, ഞങ്ങളുടെ വേദന അയാൾ അറിയുന്നേയില്ല. നോക്കൂ, ഈ മായക്കടലും കടന്നു വേണം സായന്തന സൂര്യന് നിങ്ങളുടെ കടലിലെത്താൻ. വേഗം ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരൂ, ദയവായി ഞങ്ങളെ ഒന്ന് സ്വതന്ത്രനാക്കൂ, നാളത്തെ പ്രഭാതം നമ്മുടേതാണെന്ന് എഴുതിയാണ് പ്രിയപ്പെട്ട വിനോദ് ശങ്കരൻ 2023 എഴുതിയ ആ രചന അവസാനിക്കുന്നത്. അമീൻ ഇവിടെ എത്തി സ്നേഹം അറിയിക്കുന്നുണ്ട്. സുബിൻദാസ് കേട്ടുകൊണ്ടിരിക്കുന്നു. ഏറെ സ്നേഹത്തോടു കൂടി വിനോദ് ശങ്കരന്റെ രക്തപുഷ്പങ്ങളാൽ മൂടപ്പെടും മുമ്പ് എന്ന രചന കൂടി പങ്കുവയ്ക്കാം. തിരികെ നടന്നകന്നിട്ടും അവളുടെ വനത്തിൽ എൻ്റെ കാൽപ്പാടുകൾ, എൻ്റെ കാൽപ്പാടുകൾ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയ കൈകളുമായി മുട്ടുകുത്തി തലകുനിഞ്ഞ് നിന്റെ പാദങ്ങളിൽ രക്തപുഷ്പങ്ങൾ അർപ്പിക്കുന്നു ഞാൻ. വനനീതി നിന്റേത്, വന്യമായ പ്രണയം കുറ്റം എൻ്റേത്. നിന്നെ എന്ന പോലെ നിന്റെ വാൾത്തലത്തിളക്കം എന്നെ മോഹിപ്പിക്കുന്നു. രക്തപുഷ്പങ്ങളാൽ നീ മൂടപ്പെടും മുമ്പ് അസഹ്യമായ ഈ മൗനത്തിൻ്റെ ശിരസറുക്കൂ. രക്തപുഷ്പങ്ങളാൽ നീ മൂടപ്പെടും മുമ്പ് അസഹ്യമായ ഈ മൗനത്തിൻ്റെ ശിരസറുക്കൂ എന്ന് എഴുതിക്കൊണ്ടാണ് അദ്ദേഹം 2023 എഴുതിയ രചനയാണ്. അതുപോലെ തന്നെ അവളും ദൈവവും എന്ന തലക്കെട്ടിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു രചനയുണ്ട്. ഇവിടെ ഹരീഷ് വീണ്ടും സ്നേഹം അറിയിക്കുന്നുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. കോഴിക്കോട് വിനോദ് ശങ്കരൻ എന്ന എഴുത്തുകാരനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രചനകളും ഒപ്പം നിങ്ങൾ പങ്കുവയ്ക്കുന്ന വരികളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു വേദിയാണിത്. അവളും ദൈവവും എന്ന രചനയിൽ വിനോദ് ശങ്കരൻ ഇങ്ങനെയാണ് പറയുന്നത്: ദുഃഖം കഠിനമായപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഒരു കൈയിൽ അവൾ, മറുകൈയിൽ കവിത. ഏതെങ്കിലും ഒന്ന് മാത്രം ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അവളെ ഒന്ന് നോക്കി, ശേഷം കവിത ചോദിച്ചു. ദൈവം പക്ഷേ അവളെ തന്നു. അവൾ വിരലുകൾ കോർത്ത് ഞങ്ങൾ തിരിച്ചു നടന്നു. അവളും കവിതയും എന്ന തലക്കെട്ടിൽ എൻ്റെ കാലടയാളങ്ങളെ വായിക്കുകയായിരുന്നു ദൈവമെന്ന്. എത്ര മനോഹരമായിട്ടാണ് കവിതയിലൂടെ അദ്ദേഹം ജീവിതത്തെ നിർവചിക്കുന്നത്. തീർച്ചയായും കവിതകളൊക്കെ അവലോകനം ചെയ്ത് സംസാരിക്കുന്നതിലുപരിയായി കൂടുതൽ രചനകൾ വായിച്ചു പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇത്തരത്തിലൊരു രീതി പിന്തുടരുന്നത്. സന്തോഷ് മലയാറ്റിൽ എന്ന പ്രിയപ്പെട്ട ചന്തു ഇവിടെ എത്തിയിട്ടുണ്ട്. മികച്ചൊരു എഴുത്തുകാരനാണ്. സന്തോഷ് മലയാളത്തിൻ്റെ രചനകൾ ഞാനെന്നും വ്യക്തിപരമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സുൽഫി ഓയൂരിൻ്റെ ശബ്ദത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വരികൾ ഏറെ ഭംഗിയായി എഴുതാറുള്ള ആളാണ്. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രചനകൾ നമ്മളിവിടെ തീർച്ചയായും പങ്കുവയ്ക്കും. 5 വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷ് മലയാളത്തിൻ്റെ രചനകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രിയപ്പെട്ട സൈനബ് VT ഇവിടെ എത്തിയിട്ടുണ്ട്. സൈനബ് ചാവക്കാട് ഒരു മികച്ച എഴുത്തുകാരിയാണ്, ഗാനരചയിതാവാണ് സൈനബിത്ത. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനർ കൂടിയാണ്. സൈനബ് VTയെയും നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. അതാ ഒരില അടർന്നു വീഴുന്നു, അല്ല ശൂന്യതയിൽ സ്വന്തം പേരെഴുതിയിടുന്നു എന്ന് ഒറ്റ വരിയിലൂടെ പ്രിയപ്പെട്ട വിനോദ് ശങ്കരൻ ഒരിക്കൽ പറഞ്ഞു. ആട്ടിൻ പറ്റവുമായി എന്ന വിനോദ് ശങ്കരൻ്റെ രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആട്ടിൻ പറ്റവുമായി അവൻ മലയിറങ്ങുന്നു, പാല് തട്ടിത്തൂവിയ താഴ്വര ഒഴുകുന്നു ഒരേ ഇടത്തേക്ക്, ഒടുവിലത്തെ പൂഴിയിലവൻ വറ്റുന്നു. ആട്ടിൻ പറ്റവുമായി അവൻ മലയിറങ്ങുന്നു, പാല് തട്ടിത്തൂവിയ താഴ്വര ഒഴുകുന്നു ഒരേ ഇടത്തേക്ക്, ഒടുവിലത്തെ ചുഴിയിലവൻ വറ്റുന്നു എന്ന് എഴുതിയാണ് അവസാനിക്കുന്നത്. രഹ്ന കൊടുങ്ങല്ലൂർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട രഹ്ന കൊടുങ്ങല്ലൂരിനെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു പ്രത്യേക ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മികച്ച ഒരു എഴുത്തുകാരിയാണ് രഹ്ന കൊടുങ്ങല്ലൂർ. രഹ്ന പലപ്പോഴും നീലക്കല്ലൻ സമാഹാരത്തിലെ ഒരു രചനയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നീലക്കല്ലൻ സമാഹാരത്തിൽ മീൻകര എന്ന പേരിൽ വിനോദ് ശങ്കരൻ എഴുതിയ രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: കരയിൽ ഇത്രയേറെ അക്ഷമനാവുന്നത് എന്തിനാണു നീ? എൻ്റെ കണ്ണാടിയിൽ ഒന്ന് മുഖം നോക്കാമായിരുന്നില്ലേ? എങ്കിൽ നമുക്കിടയിൽ ചൂണ്ട ഒഴിവാക്കാമായിരുന്നു. എൻ്റെ കണ്ണിലെ എണ്ണമറ്റ മീനുകൾ നിന്നെ ഊട്ടുമായിരുന്നു. പളുങ്കുപാത്രം കൊണ്ടടവച്ചു വെച്ച മത്തുപിടിച്ച ഈ മാസ്മരികതയിലേക്ക് ഒരു മുഴം കയറുമായി നീ ഇര തേടി ഇറങ്ങിയതേ കഷ്ടം. വെള്ളം വെറും വെള്ളമല്ല, സുതാര്യമായൊരു ഭ്രാന്താണത്. മുക്കാലും ഭ്രാന്തുള്ള ഭൂമിയെപ്പോലെ വെള്ളം വെറും
വെള്ളം വെറും വെള്ളമല്ല, സുതാര്യമായൊരു ഭ്രാന്താണത്, മുക്കാലും ഭ്രാന്തുള്ള ഭൂമിയെപ്പോലെ. എങ്കിലും നിന്റെ വിശപ്പിനെ തൃപ്തിപ്പെടുത്താൻ മുകൾ പരപ്പിലെ വെറുമൊരു മത്സ്യമായി നടിക്കാം, നിന്റെ ആനന്ദത്തിനായി പിടഞ്ഞു കാണിക്കാം. എന്നാൽ എനിക്കൊരു ന്യായമുണ്ട്. എൻ്റെ ശിരസ് അത് നീ പൂച്ചയ്ക്ക് തന്നെ കൊടുക്കണം, എനിക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നെഴുതിയാണ് മീൻ കര എന്ന വിനോദ് ശങ്കരൻ്റെ രചന അവസാനിക്കുന്നത്. നീലക്കല്ലൻ എന്ന അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കവിതാ സമാഹാരത്തിലെ രചനയാണ്. പങ്കുവെച്ച രഹന കൊടുങ്ങല്ലൂരിനോടുള്ള നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ റീഡിംഗ് ടൈമാണ്. റീഡിംഗ് ടൈമിൽ നമ്മൾ അടുത്തയാഴ്ച ചർച്ച ചെയ്യുന്നത് അച്ചു ഹെലൻ എന്ന എഴുത്തുകാരിയുടെ, സോഷ്യൽ മീഡിയയിലൂടെ വളരെ സജീവമായി പ്രണയം എഴുതാറുള്ള, യാത്രകൾ എഴുതാറുള്ള എഴുത്തുകാരിയുടേതാണ്. തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വിനോദ് ശങ്കരൻ്റെ രചനകൾ മാതൃഭൂമി, ദേശാഭിമാനിയിലൊക്കെ പ്രസിദ്ധീകരിക്കുന്ന രചനകളൊക്കെ തന്നെ അദ്ദേഹം പങ്കുവയ്ക്കാറുണ്ട്. തുടർന്നും അദ്ദേഹത്തിൻ്റെ രചനാസബരി തുടരട്ടെ. ഏറെ സ്നേഹത്തോടു കൂടി ഇന്ന് മറ്റൊരു രചന കൂടി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷമിയുടെ ഒരു രചനയാണ്. സഹ്യൻ്റെ ചാരത്ത് ഞാനിരിക്കെ ദളമർമരം കോർത്ത കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ പേടിച്ച് പെയ്യുന്നു പാലരുവിയിൽ. പാതിരാ കാറ്റുപോൽ കോർക്കുന്നു വിരലുകൾ പാതി മെയ്യാവുന്ന നട്ടുച്ചയിൽ. ചർച്ചിതം ദുന്ദുഭീനാദക്കടങ്ങളും പേടിച്ചു പെയ്യുന്നു പാലരുവിയിൽ. യാമക്കൂരമ്പ് പോൽ കോർക്കുന്ന വിരലുകൾ പാതിമെയ്യാവുന്ന നട്ടുച്ചയിൽ. ഷമിയുടെ വരികളാണ്. വിനോദ് ശങ്കരൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ എഴുത്തിൻ്റെ ലോകത്ത് ഏറെ പരിഭാഷകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ആൾ കൂടിയാണ്. പരിഭാഷകളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറെ ശ്രദ്ധിച്ചിട്ടുള്ള പരിഭാഷകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഒരു പ്രൊഫൈലുണ്ട്. മെലിൻ നോവ എന്ന പേരിലാണ് എഴുതാറുള്ളത്. ഇന്ന് പങ്കുവച്ചിട്ടുള്ള ഒരു മറിയത്തിൻ്റെ, അൾജീരിയൻ എഴുത്തുകാരി മറിയത്തിൻ്റെ ഒരു രചന, അത് ഞാൻ പങ്കുവയ്ക്കാം. അത് തർജ്ജിമയാണ്. നിന്നോട് മൗനമായിരിക്കുമ്പോൾ എല്ലാം ഓരോ നിമിഷങ്ങൾക്കും യുഗങ്ങൾക്കും ദൈർഘ്യം, ഓരോ നെടുവീർപ്പിലും എൻ്റെ ഹൃദയ നൊമ്പരം. നിന്നെ കേൾക്കാൻ മാത്രം തുറന്നു വെച്ചിരിക്കുന്ന കാതുകൾ യുഗങ്ങളായി കൊട്ടിയടച്ചിരിക്കുന്നു. നിന്നെ കാണാത്ത കണ്ണുകൾ സ്വയം ഇരുട്ടാക്കി കാഴ്ചവെക്കുന്നു. പറയാൻ വെച്ച വാക്കുകളുള്ളിൽ ഇപ്പോൾ ലാവ പോലെ ഘനീഭവിച്ചു പോയി. വാക്കിലും നോക്കിലും നോവിൻ്റെ നീറ്റൽ മാത്രം, വാക്കിലും നോക്കിലും നോവിൻ്റെ നീറ്റൽ മാത്രം. നിന്നിലല്ലാത്ത എന്നെ സ്വയം ഞാൻ മരിച്ചതായി കണ്ട് അടക്കം ചെയ്യാൻ പോവുകയാണ്. നിന്നിലല്ലാത്ത എന്നെ സ്വയം ഞാൻ മരിച്ചതായി കണ്ട് അടക്കം ചെയ്യാൻ പോവുകയാണ്. പ്രണയത്തിൻ്റെ അവസാന ഓർമ്മകളുടെ ഒരു റീത്ത് വെച്ച് നമുക്കത് എന്നേക്കുമായി മറന്നുപോകാം. കാരണം പിണങ്ങാനും ഇണങ്ങാനും നീയില്ലെങ്കിൽ ഈ ജന്മം വ്യർത്ഥമല്ലോ എന്നെഴുതിയാണ്. ഏറെ സ്നേഹത്തോടു കൂടി ഓരോ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ് MyFM 99.7 നമ്മളാം പൂക്കാലത്തിൻ്റെ ഈ ഒരു ലൈവിലേക്ക്. തീർച്ചയായും മെലിൻ നോവ പങ്കുവച്ച രചനയിൽ ഇങ്ങനെ പറയുന്നു: കരിപുരണ്ട ദിവസങ്ങളിൽ സകലതിനും നിറം നഷ്ടപ്പെടുമ്പോൾ, നിശബ്ദത റേഡിയോയേക്കാൾ ഉച്ചത്തിലാകുമ്പോൾ ഞാൻ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യും. മുങ്ങി മരണത്തിൽ നിന്ന് സ്വയം രക്ഷ നേടാനായി മേശയിൽ പറ്റിപ്പിടിച്ച പൊടി തുടച്ചുകളയും, നഖം മുറിക്കും. മുന്നേ വായിച്ചു തീർത്തതാണെങ്കിലും പുസ്തകങ്ങളെല്ലാം അടുക്കി വയ്ക്കും. പുറമേയുള്ള വെടിപ്പ് അകലേക്കും നിസ്സംശയം പ്രവഹിക്കുമെന്ന് സ്വയം പറഞ്ഞു മനസ്സിലാക്കും. എനിക്ക് ധൈര്യമില്ല. അതിജീവിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടും വരെ അതിജീവിക്കുന്നതായി ഞാൻ അഭിനയിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ് മെലിൻ നോവ പങ്കുവെച്ച മറിയത്തിൻ്റെ ആ രചനയിൽ എഴുതിയിരിക്കുന്നത്. ഉല്ലാസ് ഒന്നാങ്കര പങ്കുവെക്കുന്നത് അച്ഛനായി പ്രാസകവിതയാണ്. പ്രാസകവിതയൊക്കെ എങ്ങനെ ഞാൻ ചൊല്ലുമെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഞാൻ എപ്പോഴും ഗദ്യകവിതകളുടെ ആളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രാസകവിതയിൽ ഇങ്ങനെയാണ്: അച്ഛന് ഞാൻ കൊച്ചനായിരുന്നു, കൊച്ചനായ ഞാൻ കൂട്ടുകാർക്ക് മച്ചാനായി, എനിക്ക് അച്ചിയുണ്ടായി, അച്ചിയുണ്ടായപ്പോ എനിക്കൊരു കൊച്ചുണ്ടായി, ഞാനൊരു അച്ഛനായി. ലളിതമായ പ്രാസകവിതയാണ്, ഒരു കളിയാണ്. ഉല്ലാസിനെ സൂചിപ്പിച്ച എഴുത്തുകാരാണ് ഉല്ലാസ്. ആളുകളായിട്ടും ഭക്തിഗാനങ്ങളായിട്ടും ഒക്കെ ഗാനങ്ങളൊക്കെ ഉല്ലാസ് എഴുതാറുണ്ട്. ഏറെ സ്നേഹത്തോടു കൂടി ഉല്ലാസിന്റെ രചന ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. എനിക്ക് വളരെ രസമായിട്ട് തോന്നിയത്
അച്ഛന് കൊച്ചനായിരുന്നു, കൊച്ചനായ ഞാൻ കൂട്ടുകാർക്ക് മച്ചാനായി എനിക്ക് അച്ഛനുണ്ടായി, അച്ഛൻ ഉണ്ടായപ്പോൾ എനിക്കൊരു കൊച്ചുണ്ടായി, കൊച്ചുണ്ടായപ്പോൾ അച്ഛനായി. ഏറെ സന്തോഷം രചന പങ്കുവച്ച ഉല്ലാസിനോട് അറിയിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അടുത്ത ആഴ്ച നമ്മൾ പ്രിയപ്പെട്ട അച്ചു ഹെലന്റെ രചനകളുമായി വീണ്ടും ഇവിടെ ഒത്തുകൂടും. അതോടൊപ്പം തന്നെ ഇന്ന് നമുക്ക് പ്രിയപ്പെട്ട വിനോദ് ശങ്കരൻ, കോഴിക്കോടിന്റെ സാംസ്കാരിക രംഗത്ത് തിളങ്ങുന്ന എഴുത്തുകാരൻ, അദ്ദേഹത്തിന്റെ രചനകൾ കുറിക്കാനായി സലാലയിൽ നിന്ന് അസീസ് കൊല്ലം എത്തിയിട്ടുണ്ട്. അസീസ് കൊല്ലത്തിന് ഹായ് അറിയിക്കുകയാണ്. മികച്ചൊരു യൂട്യൂബറാണ്, മികച്ചൊരു കുക്കാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ടിക്ടോക്ക് വീഡിയോകളിലൂടെ അദ്ദേഹം വളരെ സജീവമായി തന്നെ തിളങ്ങി നിൽക്കുന്ന ആളാണ്. നല്ലൊരു മനുഷ്യനാണ്. കൊല്ലം സ്വദേശിയായിട്ടുള്ള അസീസ് കൊല്ലം, അദ്ദേഹത്തെ തക്കു എന്ന് അറിയപ്പെടുന്ന പ്രിയപ്പെട്ട അസീസ് കൊല്ലത്തിനെ സ്നേഹ പുരസ്സരം സ്വാഗതം ചെയ്യുകയാണ്. സലാലയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെയൊക്കെ സജീവമായ സാന്നിധ്യം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും നമുക്ക് സമയം ഏകദേശം 1 മണിക്കൂർ പിന്നിടുമ്പോൾ വിനോദ് ശങ്കരൻ്റെ ഈ ലൈവ് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു രചന പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ അദ്ദേഹത്തിൻ്റെതായി പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന രചന സന്ധിയിൽ എന്ന രചനയാണ്. പകൽ വെയിലുടുപ്പഴിച്ചെടുത്ത പോകെ നഗ്നയായ തനിച്ചായ സങ്കടത്താൽ എന്നെ നോക്കുന്ന മുറ്റം, ഞാൻ മാനത്തു കറക്കുന്നു, ഇടിവെട്ടി മിന്നലാകുന്നു, മഴനൂൽ കനവ് നെയ്യുന്നു. എന്തിഴയെടുപ്പം എന്തു മിനുമിനുപ്പ്, മഴക്കോടി അണിഞ്ഞൽ അൽപ്പക്കങ്ങളിലോടി നടപ്പൂമുറ്റം, മഴക്കോടി അണിഞ്ഞ് അയൽപ്പക്കങ്ങളിൽ ഓടി നടപ്പൂമുറ്റം എന്നെഴുതിയാണ്. 2020 അദ്ദേഹത്തിന്റെ കടത്തുന്ന രചനയിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു: കുത്തൊഴുക്കിന്റെ ഒരു കരയിൽ ഇനിയുമാരെ കാത്തു നിൽക്കുന്നു നിങ്ങൾ, നോക്കൂ ഞാനാണ് വള്ളക്കാരൻ, നിങ്ങൾക്കെന്നെ കാണാനാവുന്നില്ലെന്നതിൽ കാര്യമില്ല, കയറൂ. മനസ്സിനെ ഒരു നാണയവട്ടത്തിൽ കുറുക്കിയെടുത്ത് കൈവെള്ളയിൽ കരുതൂ, ചിലപ്പോഴെങ്കിലും അത് വാങ്ങാനായേക്കും, ചിലപ്പോഴില്ല. മനസ്സിനെ ഒരു നാണയവട്ടത്തിൽ കുറുക്കിയെടുത്ത് കൈവെള്ളയിൽ കരുതൂ, ചിലപ്പോഴെനിക്കത് വാങ്ങാനായേക്കും, ചിലപ്പോഴില്ല. 2023 അദ്ദേഹം എഴുതിയ രചനയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടമാണ് ഭാഷ കൈകാര്യം ചെയ്യാൻ. തീർച്ചയായും പിഴവുകൾ സംഭവിക്കും, കാരണം ലൈവിൽ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ കൂടിയാണ്. ഏറെ സ്നേഹത്തോടു കൂടി ഒരിക്കൽ കൂടി വിനോദ് ശങ്കറിന്റെ രചനകൾ പങ്കുവയ്ക്കാനായതിലുള്ള സന്തോഷം പങ്കുവയ്ച്ചുകൊണ്ട് MyFM 99.7 അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്, സ്നേഹം അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ രചനകളുമൊക്കെ ആയി ഒത്തുകൂടാനായതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹനിർഭരമായ ഒരു മനോഹരമായൊരു ദിവസം, മനോഹരമായ രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വൈകുന്നേരം MyFM 99.7 നമ്മൾ പൂക്കാലത്തിന്റെ ഈ ഒരു ലൈവ് അവസാനിക്കുകയാണ്. അടുത്ത ഉല്ലാസം പ്രിയപ്പെട്ട പത്മചേച്ചിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പത്മചേച്ചി വിശ്വസമായി എത്തുന്ന ഒരു പരിപാടിയുണ്ട്. വരുന്നതൊക്കെ വളരെ സജീവമായി പങ്കെടുക്കാറുള്ള പത്മചേച്ചി സ്നേഹം അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തീർച്ചയായും മൂന്നാമത്തെ സമാഹാരത്തിന്റെ പണിയിലാണ് അദ്ദേഹം. നീലക്കല്ലിനും ശേഷം സമാഹാരവുമായി എത്തുന്നുണ്ട്. എല്ലാ ആശംസകളും ഒപ്പം എല്ലാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിനോദ MyFM 99.7